ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മിൽ അധിക പേരും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഒരു പക്ഷേ എങ്ങോട്ടെങ്കിലും പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ വിവാഹ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ അതിന് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അതിനു വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും നെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങൾ ഇടുന്ന ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണത് നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം സേവന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ സേവന സിവിൽ രജിസ്ട്രേഷൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വന്നത് കാണാം. ഇവിടെ സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ക്ലിക്ക് എന്നുള്ളിടത്ത് നമ്മുടെ ജില്ലയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയാണോ പഞ്ചായത്താണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വിവാഹം നടന്ന പഞ്ചായത്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്താൽ ഇവിടെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് കാണാം. ബർത്ത് രജിസ്ട്രേഷൻ്റെയും ഡെത്ത് രജിസ്ട്രേഷൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് കാണാം. അതോടൊപ്പം തന്നെ മാരേജ് ഹിന്ദു രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ മാരേജ് കോമൺ രജിസ്ട്രേഷൻ. ഹിന്ദു രജിസ്ട്രേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൽ സെർച്ച് ചെയ്യണം. കോമൺ മാരേജ് രജിസ്ട്രേഷൻസിലാണ് നാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിലെ വർഷം നോക്കി നമ്മുടെ വിവാഹം നടന്ന വർഷവും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് നമ്മൾ അപ്ലൈ ചെയ്ത വർഷവും ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വിവാഹത്തിൻ്റെ ഡേറ്റ് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഹസ്ബൻഡിൻ്റെ പേരടിച്ചു കൊടുക്കുക. അതിനുശേഷം വൈഫിൻ്റെ പേരടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്നത് കൃത്യമായി തന്നെ താഴെ ഭാഗത്ത് രേഖപ്പെടുത്തി കൊടുക്കുക. അത് ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ, സ്മോൾ ലെറ്ററിലാണെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രിന്റ് എന്നുള്ളതിന് താഴെ കാണുന്ന ഈ വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രിന്റ് കൊടുക്കുന്നതോടുകൂടെ എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നു. ഇവിടെ അതിൻ്റെ പൂർണ്ണമായ രൂപം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴത്തോടെ 2 പേജും ഇവിടെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡൗൺലോഡിന് ഈ ചിഹ്നം കൊടുക്കുന്നതോടുകൂടെ നമുക്കിവിടെ ഡൗൺലോഡായി വരും. ഇനി അതല്ല, ഇവിടെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. എങ്ങനെയും വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നേരെ പ്രിന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ പ്രിന്റ് കണക്റ്റഡ് ഉള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. മൊബൈലിലോട്ടാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയോ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെയുണ്ട്. അതിനുവേണ്ടി എവിടേക്കും
ഓടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം പാഴാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായും രേഖപ്പെടുത്തണം. വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നോട്ടിഫിക്കേഷനായി തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അതുപോലെ തന്നെ വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം എന്ന ആഗ്രഹത്തോടു കൂടെ എല്ലാവർക്കും ഗുഡ് ബൈ.